കുളമ്പ് എന്ന് പറഞ്ഞ മാവാണ് കേട്ടോ. നമ്മളെ കേരളത്തിൽ ഏറ്റവും അനുയോജ്യമായിട്ട് നമുക്ക് വെക്കാൻ പറ്റിയൊരു മാവിനാണ് കുളമ്പ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിന് പുഴുക്കുത്ത് വളരെ കുറവേ. കാരണം മറ്റു മാങ്ങകളൊക്കെ നമ്മൾ വാങ്ങിക്കുമ്പോൾ അത് നല്ല വലുതായിട്ട് നമ്മൾ കട്ട് ചെയ്യുന്ന ടൈമിൽ പുഴുക്കളുണ്ടാവും. ഇതിൽ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. പിന്നെ കംപ്ലൈൻറ്റുകളൊന്നുമില്ല. 3-ാമത്തെ വർഷം മുതൽ നമുക്ക് കായ്ഫലം തരുന്ന ഒരു മാവാണ് കേട്ടോ. ഇതിലിപ്പോൾ നമുക്ക് ഏകദേശം നിറയെ മാങ്ങകളുണ്ട്. ഇത് കണ്ടില്ല, നിറയെ മാങ്ങകളുണ്ട് ഇത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഒരിക്കലും നമ്മൾ മൂപ്പ് എത്തിക്കഴിഞ്ഞാൽ അത് പറിച്ച് കഴിഞ്ഞാണ്ട് അത് എടുത്ത് വെച്ചുകൊണ്ട് നമുക്ക് കൊഴുപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഇതിൽ നിന്ന് തന്നെ പൊഴുത്തിട്ട് താഴത്തേക്ക് ചാടി മാങ്ങയാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. നമ്മളൊരു 3-ാമത്തെ വർഷം മുതലൊക്കെ നമുക്ക് കിട്ടുന്ന മാങ്ങകൾ രുചി കുറച്ച് കുറവേ. കാരണം അത് കഴിഞ്ഞ് മരം നല്ല മൂപ്പെത്തി കഴിഞ്ഞാൽ നല്ല മധുരമാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാവാണ്. ഇതിൻ്റെ തൈകൾ നമ്മൾ MK ഗാർഡനിൽ കാവുമ്പുറത്തുള്ള ഷോപ്പിൽ നമ്മൾ ഇതിൻ്റെ തൈകളുണ്ട്. ഒരുപാട് തൈകളുണ്ട്, ഇതുപോലുള്ള എല്ലാവിധ തൈകളുണ്ട്. അപ്പോൾ നമ്മൾ തൈകൾ വാങ്ങിക്കുമ്പോൾ ഏറ്റവും ക്വാളിറ്റിയുള്ള തൈകൾ വാങ്ങിക്കാൻ നോക്കുക. 10 രൂപ കൂടിയാലും ഏറ്റവും ക്വാളിറ്റിയുള്ള നല്ല തൈകൾ വാങ്ങിക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നും ഇതുപോലെ നല്ല രീതിയിലുള്ള മാങ്ങകൾ നിങ്ങൾക്ക് കഴിക്കാം. അപ്പോൾ നമ്മളെ കേരളത്തിലെ ഏറ്റവും അനുയോജ്യമായ മാവ് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ നിങ്ങളെ സജസ്റ്റ് ചെയ്യുക ഇതാണ്. കുളമ്പ് എന്ന് പറഞ്ഞ മാവാണ് നമുക്ക് ഏറ്റവും രുചികരമായ നല്ല രീതിയിലുള്ള മാങ്ങയാണ്.